ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഒരു പെട്ടി പാക്കിംഗ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര സ്കിൻ കെയർ ക്യാരി ചെയ്യണം, മേക്കപ്പ് എങ്ങനെ ക്യാരി ചെയ്യും, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്യാനുള്ള ഫുഡ് വെയർ മറ്റൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് പാക്ക് ചെയ്യാനുള്ള പാക്കേജസ് ഉണ്ടോ, ബാഗുകളുണ്ടോ, അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കോഴിക്കോട് ട്രിപ്പ് പോവുകയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്ത് കാണിക്കാം. സ്റ്റാർട്ടിങ് വിത്ത് മേക്കപ്പ്. ഞാനൊരു വലിയ പൗച്ചിലാണ് മേക്കപ്പ് എടുക്കുന്നത്, ബോക്സിൽ എടുക്കുന്നില്ല, കാരണം പൗച്ച് ആകുമ്പോൾ കുറച്ചും കൂടെ സ്ഥലം സേവ് ചെയ്യാം. ആ ഓർഡറിൽ തന്നെ അങ്ങോട്ട് എടുക്കുക. ആദ്യം പ്രൈമർ, അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് പൗഡർ, പിന്നെ ഒരു ഇലുമിനേറ്റിംഗ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സ്ട്രോപ്പ് ക്രീം, അതിനുശേഷം കൺസീലർ. ഇതെൻ്റെ മേക്കപ്പിലെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഐസിന് വേണ്ടിയിട്ട് ഞാൻ ഐഷാഡോയ്ക്ക് വരെ ഐഷാഡോ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഐലൈനർ, കോൾ, മസ്കാര, അങ്ങനെയൊക്കെ. കോൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കുക ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രം കൊണ്ടുപോകുക. നമ്മൾ ഉപയോഗിച്ച് തീരാറാവുന്നത് നമ്മൾ റിയലൈസ് ചെയ്യില്ല. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം പാക്ക് ചെയ്യുക. നേരത്തെ ഉപയോഗിച്ച് സ്മച്ച് പ്രൂഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഐബ്രോയ്ക്ക് ഞാനൊരു മൈക്രോട്യൂബ് പെൻസിലാണ് ഉപയോഗിക്കുന്നത്. എഗെയിൻ അതിൻ്റെ ക്വാണ്ടിറ്റി ഉറപ്പ് വരുത്താം. നമ്മൾ കഴിവതും പുതിയ മേക്കപ്പ് എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തതാണ് നല്ലത്. യാത്ര പോകുമ്പോൾ ഓൾറെഡി ഉപയോഗിച്ച് നമുക്ക് നല്ല ശീലമുള്ള മേക്കപ്പ് സാധനങ്ങൾ തന്നെ കൊണ്ടുപോകുന്നതാണ് ഈസി. അതുപോലെ ഐബ്രോസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്രഷിൻ്റെ ജെൽ, ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇതൊരു കല്യാണമാണ്, അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പിൽ എന്തായാലും ബ്ലഷ് ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ബ്ലഷ്, അങ്ങനെ ആ മേക്കപ്പിൻ്റെ അതേ ഓർഡറിൽ ലിപ്സ്റ്റിക്സ് ആണെങ്കിലും ഒരു ബ്രൗൺ, ഒരു റെഡിഷ്, ഒരു മെറൂണിഷ്, അങ്ങനെ തന്നെ കരുതുക. അതിനുശേഷം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഈ വാഷ് ബാഗ്. ഇത് സ്മോൾ, മീഡിയം, ലാർജ് സൈസസിലുണ്ട്. ഇതിൽ മീഡിയമാണിത്. ബേസിക്കലി നമുക്ക് വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആത്ത സാധനങ്ങൾ എന്താണെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാഗാണ്. വാഷബിൾ തന്നെ വേണം, കാരണം ഇത് പൊതുവേ നമ്മൾ ബാത്റൂമിനുള്ളിൽ കൊണ്ടുപോയി വെക്കാൻ ചാൻസ് ഉള്ള ഒരു ബാഗാണ്. അപ്പോൾ മേക്കപ്പ് ക്യാരി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മേക്കപ്പ് റിമൂവർ ക്യാരി ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് മിസലാർ ബോട്ടും അതിനോടൊപ്പം മേക്കപ്പ് റിമൂവിങ് കോട്ടൺ പാഡ്സുമാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ വലിയ ബോട്ടിൽ തന്നെ എടുക്കുകയാണ്. എനിക്ക് വെയിറ്റ് ലിമിറ്റ് ഇല്ല, ഞാൻ ട്രെയിനിലാണ് പോകുന്നത്, വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ്. ഫേസ് വാഷ് ക്യാരി ചെയ്യുമ്പോഴത്തേക്കും പാക്കേജിങ് നോക്കുക. ലൈറ്റ് വെയ്റ്റ് പാക്കേജിങ്, പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോക്കുള്ള ടൈപ്പ് പാക്കേജസ് നോക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ ഈ ഫേസ് വാഷ് ഡിസ്പെൻസായി പോവില്ല, അതിങ്ങനെ ലോക്കായിട്ടിരുന്നോളും. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു രീതിയിൽ നമുക്ക് ടെൻഷൻ വേണ്ട, ഈ അടപ്പൂരിപ്പൂ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ ട്രാവൽ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്, ഞാനിപ്പോൾ ബയോഡോമയുടെ ട്രാവൽ സൈസ്ഡ് ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. എഗെയിൻ സ്കിൻ കെയർ കഴിവതും പുതിയത് യൂസ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ളത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സൺസ്ക്രീൻ ഉറപ്പായിട്ടും കരുതുക, പക്ഷേ അത് പെട്ടിക്കകത്തല്ല. സൺസ്ക്രീൻ ഐഡിയലി നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. എൻ്റെ ഫേവറേറ്റ് നോൺ ഗ്രീസി ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീനാണത്. സ്കിൻ കെയറിന് ഞാനൊരു മോയ്സ്ചറൈസറാണ് പ്രധാനമായിട്ട് കരുതുന്നത്. സെറാമൈഡ്സ് ഒക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസറാണ് ഫോക്സ്ടെയിലിൻ്റെ. ഇതെൻ്റെ ഫേവറേറ്റ് ക്രീമാണ്. രാത്രി ഞാൻ മുഖത്തിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ അതാണ് യൂസ് ചെയ്യുക. പിന്നെ ബ്രഷ്, പേസ്റ്റ്, ടങ് ക്ലീനർ. ഞാൻ പ്ലാസ്റ്റിക് ടങ് സ്ക്രേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പേസ്റ്റ് എൻ്റെ സ്വന്തം മിസ്വാക്ക്, വർഷങ്ങളായിട്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ഞാൻ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആക്കി. ഇപ്പോൾ ഈ ബ്രഷിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഗാറോ എന്ന് പറഞ്ഞിട്ട് റിമൂവബിൾ ഹെഡ്സ് ഒക്കെയാണ്. ആക്ച്വലി ട്രാവൽ ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. ഇൻ കേസ് ചാർജ് തീർന്നു പോയെന്ന് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ ബ്രഷ് യൂസ് ചെയ്യാം നോർമൽ രീതിയിലും. 5 മോഡ്സ് ഒക്കെ ഉണ്ട്. ഈസിലി ഒരു 25 ദിവസമൊക്കെ ചാർജ് നിൽക്കും. സോ ഞാനിപ്പം ചാർജ് ചെയ്തിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. സോ എനിക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാമാണ് ഞാൻ ഈ വാഷ് ബാഗിൽ ക്യാരി ചെയ്യുന്നത്. നമ്മൾ ബാത്റൂമിനകത്ത് കൊണ്ടുവയ്ക്കുന്നത് നനയാൻ സാധ്യതയുള്ള ടൈപ്പ് സാധനങ്ങളാണ് വാഷ് ബാഗിൽ വരിക. എന്നാലും സൺസ്ക്രീൻ ഞാൻ അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് എൻ്റെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കാൻ പോവുകയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് സ്കിൻ കെയർ ക്യാരി ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ടു പുട്ട് ഇൻ ദിസ് വൺ. ചെരുപ്പ് ക്യാരി ചെയ്യാൻ ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുഡ് വെയർ സ്റ്റോറിങ് തന്നെയാണ്. ബാക്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, നമുക്ക് സോക്സോ അങ്ങനെയൊക്കെ വെക്കാം. മെയിനായിട്ട് 2-3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഇതിൽ ഔട്ടർ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ സ്ലിപ്പേഴ്സാണ് ഇടുന്നത്. ഞാനിത് വീട്ടിൽ ആക്ച്വലി ബാത്റൂമിലൊന്നും ഇട്ട് ചീത്തയാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം പേപ്പറിലൊന്ന് റാപ്പ് ചെയ്യാതെ നേരെ വെക്കുകയാണ്. വൺസ് ഞാൻ അവിടെ പോയിട്ട് ഇത് ഉപയോഗിച്ചൊക്കെ കഴിയുമ്പോൾ ഞാനിത് 1-2 റൗണ്ട്സ് ഓഫ് പേപ്പറിൽ റാപ്പ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് ഞാൻ തിരിച്ചിനകത്തേക്ക് വെക്കുകയുള്ളൂ. മെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ എൻ്റെ കല്യാണം ആയതുകൊണ്ട് അതിന് പോകുന്ന ടൈപ്പ് ഒരു ചെരുപ്പ്, ഹീൽസ് ഒരു ചെരുപ്പാണ്. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത് ഫീസിബിൾ അല്ല, അവിടെ യാത്രയ്ക്ക് ഞാൻ വേറെ ചെരുപ്പാണ്. ഈ ചെരുപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മാർക്ക് ലോയർ എന്നുള്ള ബ്രാൻഡിൻ്റെ നല്ലൊരു പാർട്ടി വെയറാണ്. സാരി ആണെങ്കിലും സൽവാർ ആണെങ്കിലും ഏത് ഉടുപ്പാണെങ്കിലും ഒരുവിധം നല്ലൊരു ഫാഷനബിൾ ലുക്ക് തരുന്ന ഒരു പാർട്ടി വെയർ ചെരുപ്പാണ്. എൻ്റെ സൈസ് 8 ആണ്, പക്ഷേ ഇവിടെ 7 എനിക്ക് കറക്റ്റ് ആയിരുന്നു. സോ വൈഡ് ലോങ് ഫീറ്റിന് പറ്റുന്ന ഒരു ചെരുപ്പാണ്. ഇതും ഇപ്പം ഫ്രീ ആയിട്ട് വേറെ ഞാൻ ചെരുപ്പ് കൊണ്ടുപോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ആ റാക്കിൽ ഈ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. ഇതൊരു കൺവീനിയൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിങ് ചെരുപ്പ് ആണ്. അപ്പോൾ ഇത് നമുക്ക് അതേപോലെ പെട്ടിയിൽ വെക്കാം. ഞാൻ ഒരു ക്ലച്ച് ബാഗാണ് കൊണ്ടുപോകുന്നത്. ഇത് റിവേഴ്സിബിൾ ആണ്. ഒരു സൈഡിൽ ഇതിനൊരു സിൽവർ കളറും മറ്റേ സൈഡിൽ ഗോൾഡനുമാണ്. അതിനെ ബാക്ക് സ്റ്റോറിങ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വളരെ എസെൻഷ്യലാണ്. നമ്മൾ ബാഗ്സ് കൊണ്ടുപോകുമ്പോൾ വെറുതെ ചുമ്മാ എടുത്ത് നമ്മൾ പെട്ടിക്കകത്തേക്ക് ഇടുകയല്ല, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാനും ട്രാവൽ ചെയ്യാനും അത് ഹെൽപ്ഫുള്ളാണ്. ഒരു സൈഡിൽ പേൾസ് ആണ്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു സിൽവർ വർക്കുള്ള ഡ്രസ്സും കല്യാണത്തിനാണ് ഗോൾഡനുമാണ്. അപ്പോൾ എനിക്ക് റിവേഴ്സിബിളായിട്ട് ക്ലച്ച് ഉപയോഗിക്കാം. എൻ്റെ ഫോണൊക്കെ കിടക്കുന്ന ടൈപ്പുള്ള വലിയ ക്ലച്ചാണിത്. പിന്നെ ട്രാവൽ പെർഫ്യൂം എന്ന നിലയിൽ ഞാൻ ഒരു
വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവൽ പെർഫ്യൂംസിനെ കുറിച്ചിട്ട്. അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഈ ഫോൺവേയുടെ ഈ ഓട്ടം ഒരു നല്ല ക്ലാസിക് സെൻറ്റാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതല്ലെങ്കിൽ സ്കിൻ ബൈ ടൈറ്റാൻ്റെ സെലസ്റ്റും ഒരു ഫേമസ് ഫ്രേഗ്രൻസ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഹാൻഡ് ബാഗിൽ തന്നെ കരുതാവുന്നതാണ്. ലൈക്ക് പെട്ടെന്ന് എടുത്തിട്ട് എപ്പോഴെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് രണ്ട് ഹാൻഡ് ബാഗിൽ കരുതാം. അതല്ലാതെ ഞാൻ ഹാൻഡ് സാനിറ്റൈസറും മാസ്കും കാര്യങ്ങളും നമ്മൾ കരുതും. ഹാൻഡ് വാഷ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ട്രെയിനാണ്, ഇടയ്ക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ കൈ സാനിറ്റൈസ് ചെയ്താൽ പോരാ, ചിലപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യേണ്ട അവസ്ഥ വരും. ഞാൻ ചെറിയൊരു ഷാംപൂ ബോട്ടിലാണ് എൻ്റെ ഹാൻഡ് വാഷ് എടുത്തിരിക്കുന്നത്. പിന്നെ സിസേഴ്സ്, ഇത് വളരെ ആവശ്യമാണ്. എപ്പോഴാണ് എന്താണ് മുറിക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ക്യാപ്പുള്ള സിസേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബാഗിലേക്ക് കൈ ഇടുമ്പോഴത്തേക്ക് അതിൽ കൊണ്ട് മുറിയാനുള്ള ചാൻസ് ഒന്നുമില്ല. പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് അഗെയിൻ ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് ഞാൻ എന്തായാലും കരുതും. പക്ഷേ അതിനോടൊപ്പം ഞാൻ ഈ എന്താണ് എൻ്റെ പേര് പറയുക, ബ്ലോട്ടിംഗ് ഷീറ്റ്സ് ഇത് കരുതും. ഇതെനിക്ക് ഈ ജസ്റ്റ് മൂക്കിന് ചുറ്റുമുള്ള ആ ഒരു സ്വെറ്റിനെസ്സും ആ ഒരു അതൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ടിഷ്യൂ പേപ്പറിനെ കളർ അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഒബ്വിയസ്ലി 1-2 ടവൽസ് അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ്സ് അങ്ങനത്തെ കരുതുക. പിന്നെ ഞാൻ ഈ കുഞ്ഞു ബാഗ് വാങ്ങി. ഇത് ആക്ച്വലി കൺവീനിയൻസ് ഉദ്ദേശിച്ച് വാങ്ങിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ഒരുപാട് പുറത്ത് ഉപയോഗിക്കുന്നുണ്ട്. സാനിറ്റൈസർ, ഈവൻ നമ്മുടെ പേഴ്സ്, കർച്ചീഫ്, മൊബൈൽ ഫോൺ, പാഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇത് വെറുതെ പുറത്ത് പോകുമ്പോൾ ഹാൻഡ് ഫ്രീ ആയിട്ട് ഷോപ്പിങ്ങിന് പോകണം എന്ന് വെച്ചാൽ നടുക്ക് തന്നെ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ പുറത്തും 2 കമ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോട്ടിംഗ് ഷീറ്റ്സ്, സാനിറ്ററി നാപ്കിൻ വേണമെങ്കിൽ അത്, കർച്ചീഫ് എല്ലാം ഞാൻ ഈ ബാഗിനകത്ത് ഇടുന്നത്. ഇതൊരു ഡെനിം മെറ്റീരിയലാണ്. 300 സംതിങ് ആണ് പ്രൈസ്. വളരെ ഹാൻഡിയാണ്. ഇറ്റ് ലുക്സ് പ്രിറ്റി ഡീസൻറ്റ് ഫോർ ദ പ്രൈസ്. ആൻഡ് ശരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഹാൻഡ് ഫ്രീ ആയിട്ട് നടക്കാൻ ഇതിലും കൺവീനിയൻ്റ് ആയിട്ടൊരു ബാഗ് കിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ മെയിൻ ഹാൻഡ് ബാഗിൻ്റെ ഫ്രണ്ട് അറയിലായിട്ട് ഞാൻ മാസ്ക്, സാനിറ്റൈസർ, ഏറ്റവും എളുപ്പം ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡ് വാഷ്. ലൈറ്റിംഗ് ഇച്ചിരി പൂറാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പാക്ക് ചെയ്യുന്നതിന് തിരക്കിൽ എനിക്ക് പ്രോപ്പർ ലൈറ്റിംഗ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്ന് നിങ്ങൾ ക്ഷമിക്കുക. 2 സെപ്പറേറ്റ് അറയുള്ള ബാഗാണ്. അപ്പോൾ ഒരു അറയിൽ ഫുൾ ഞാൻ ഇടാൻ പോകുന്നത് ഇപ്പം സാനിറ്റൈസർ അല്ലല്ലോ, പവർ ബാങ്ക്, കേബിള്, ചാർജർ, അങ്ങനത്തെ കാര്യങ്ങളും. മറ്റേ സൈഡിൽ ഞാൻ ഇടാൻ പോകുന്നത് എൻ്റെ സ്പെക്ടക്കിൾ കേസ്, ലെൻസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ മറ്റേ അറയിൽ ഇടാൻ പോകുന്നത്. അല്ല കോംബ്, ഹെയർ ബാൻഡ്സ്, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഒരു സ്ഥലത്ത് ഇടാൻ പോകുന്നത്. ഐ വിൽ പ്രോബ്ലി ക്യാരി 500 ml മൈ ഫ്ലാസ്ക് ഓർ മൈ വാട്ടർ ബോട്ടിൽ ആസ് വെൽ. അപ്പോൾ ഹാൻഡ് ബാഗിൽ അങ്ങനെ 2 ആയിട്ട് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പവർ ബാങ്ക്സ് ഒന്നും നമ്മൾ പെട്ടിയിൽ വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാഗിൽ തന്നെ സൂക്ഷിക്കണം. പിന്നെ ഈ ട്രാവൽ പെർഫ്യൂമും ഞാൻ ഹാൻഡ് ബാഗിൽ തന്നെ ആയിരിക്കും വെക്കുക. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിലും അതും ഞാൻ ഹാൻഡ് ബാഗിലായിരിക്കും വെക്കുക. കാരണം ഈസി ആക്സസിബിലിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. ഇത്രയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഹാൻഡ് ബാഗ് ആക്ച്വലി നല്ല ഹെവി ആവും. ഈ പർട്ടിക്കുലർ ഹാൻഡ് ബാഗ് ആക്ച്വലി വേണമെങ്കിൽ ബാക്ക് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. കിപ്ലിംഗ് എന്നൊരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ ഈ ടൈപ്പ് ഞാൻ ആമസോണിലും കണ്ടിട്ടുണ്ട്. സോ ഞാൻ ലിങ്ക് ഏതെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഹാൻഡ് ബാഗ് ആയിട്ടോ ക്രോസ് ബോഡി ബാഗ് ആയിട്ടോ ബാക്ക് പാക്ക് ആയിട്ടോ ഒക്കെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പിന്നെ അത്യാവശ്യം റഫ് യൂസ് ചെയ്യുകയും ചെയ്യാം. വാഷബിൾ ആണ്. അപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് കെയർ ചെയ്യേണ്ട, അഴുക്കാവുക അങ്ങനെയുള്ള പേടി ഒന്നും തന്നെയും വേണ്ട. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു സൺസ്ക്രീൻ ഞാൻ പെട്ടിയിൽ നിന്ന് എടുത്തു. അത് ഞാൻ ഹാൻഡ് ബാഗിലായിരിക്കും ഇടുക. പെട്ടെന്ന് നമ്മൾ ഇപ്പം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയി ക്യാബൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞാൻ സഫാരിയുടെ മാഗ്നം സീരീസിലുള്ള ഒരു പെട്ടിയാണ് യൂസ് ചെയ്യുന്നത്. പോളികാർബണേറ്റ് ആണ്. ഇത് മീഡിയം സൈസാണ്. പക്ഷേ സാധാരണ മീഡിയം സൈസിനേക്കാൾ ഒരു 4 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ്. 5 വർഷം ഇൻ്റർനാഷണൽ വാറൻറ്റിയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി. ഞാൻ ഈ ഒരു ടീൽ ബ്ലൂവും അച്ഛൻ ഡാർക്ക് ബ്ലൂ എടുത്തു. ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അവസാനം അവിടെ ഇടുന്ന ഡ്രസ്സ് ഞാൻ ആദ്യം വെക്കും. സോ നമുക്ക് അതേ ഓർഡറിൽ തന്നെ ആക്സസ് ചെയ്യാം. അണ്ടർഗാർമെൻറ്റ്സ് ഞാൻ പ്രത്യേകം പാക്ക് ചെയ്യും. പക്ഷേ ചില ഡ്രസ്സുകൾക്ക് ചില അണ്ടർഗാർമെൻറ്റ്സ് മസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ഷോർട്ട് അണ്ടർസ്കർട്ട് ഇല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ റാപ്പ് ചെയ്ത് വെക്കും. കാരണം അത് മറന്നിട്ട് പോകാൻ സ്കോപ്പില്ല. 2 ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ അതേപോലെ തന്നെ ഒന്ന് പോത്തീസിൽ ഒന്ന് കല്യാണം നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ അതിൻ്റെ ബാഗുകളിൽ തന്നെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങ് വെക്കുകയാണ്. കാരണം ഇത് വേറെ രീതിയിൽ മടക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. തേച്ചിട്ടുണ്ട്, അത് അതേപടി ഞാനങ്ങ് വെച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് രാത്രി ഇടാനുള്ള ഡ്രസ്സും ഒക്കെ ജസ്റ്റ് അതിൻ്റെ പുറത്ത് വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ പുറത്ത് നമ്മൾ ആക്ച്വലി ആ ബക്കിളിട്ട് പിടിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ജസ്റ്റ് സാധനങ്ങൾ റാൻഡമായിട്ട് അങ്ങ് വെച്ചാൽ മതി. ഞാൻ എൻ്റെ പുറത്ത് എൻ്റെ ക്ലച്ച് ബാഗ് വെച്ചു. വാച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എഗെയിൻ ഇട്ടുകൊണ്ട് പോകുന്നില്ല. സ്റ്റോൺസ് ഒക്കെ ഉള്ള ഫോസിലിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഞാനത് ഇട്ട് ട്രെയിനിൽ പോകുന്നില്ല. ട്രെയിനിൽ ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ച് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അത് ഇത് മൂവ് അറൗണ്ട് ചെയ്യില്ല. കാരണം അത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാനത് ബക്കിൾ ചെയ്യുമ്പോഴത്തേക്കും മൂവ് അറൗണ്ട് ചെയ്യില്ല. ഞാൻ വാച്ച് ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്യും. ചുമ്മാ ഒരു ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകുന്നതിനെക്കാട്ടിലും അങ്ങനെ തന്നെ വാച്ച് സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത്. പെർഫ്യൂം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡഡ് പെർഫ്യൂമാണ്. കല്യാണത്തിന് പോകുന്നതുകൊണ്ട് അതും ജസ്റ്റ് ഞാൻ പെട്ടിയുടെ സൈഡിലേക്ക് തന്നെ വെക്കും. കാരണം അഗൈൻ മൂവ് ചെയ്യില്ല. ഈ പെട്ടിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ലോണ്ടറി ബാഗ് വെക്കാനാണ്. പക്ഷേ അങ്ങനെ വേണ്ട. ഞാനിപ്പം എൻ്റെ അണ്ടർഗാർമെൻറ്റ്സ് എല്ലാം കൂടെ അതിൽ വെക്കും. ചെരുപ്പുകൾ പാക്ക് ചെയ്തത് അതിൽ വെച്ചു. അതുപോലെ നേരത്തെ കാണിച്ച വാഷ് ബാഗിലുള്ള സാധനങ്ങളല്ല. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ബാഗ് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതെല്ലാം വെച്ചു. എൻ്റെ മേക്കപ്പ് ബാഗ് വെച്ചു.
എസെൻഷ്യൽ മേക്കപ്പ് ആയിട്ടുള്ള കോമ്പാക്ട് ഐലൈനറൊക്കെ ഞാൻ ജസ്റ്റ് ബാഗിലിടും. ബാക്കി വേണ്ട പാർട്ടി വെയർ മേക്കപ്പ് സാധനങ്ങളെല്ലാം അതിനകത്താണ്. ജ്വല്ലറി കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജ്വല്ലറി എല്ലാം ഞാൻ പെട്ടിയിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക. ജസ്റ്റ് ഇടേണ്ട ജ്വല്ലറി മാത്രം എടുത്ത് ഞാൻ ഓൾറെഡി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും, രാവിലെ ഇട്ടുകൊണ്ട് പോകേണ്ട ബാക്കിയെല്ലാം. പിന്നെ എക്സ്ട്രാ ലോണ്ടറി കവേഴ്സ് ഒരിക്കലും മറക്കരുത്. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറക്കുന്നൊരു പോയിൻ്റാണ്. അതെല്ലാം വെച്ചു. ഇനി ഇപ്പം ഹാൻഡ് ബാഗ് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കും. പേഴ്സ്, ID കാർഡ്, ഹാൻഡ് വാഷ്, സ്പെക്സ്, കേസ്, ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്ന ബാഗിൽ അല്ലെങ്കിൽ ഷോൾഡർ ബാഗിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ലിസ്റ്റുമായിട്ട് 2 വട്ടം ക്രോസ് ചെക്ക് ചെയ്തു, സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ വിധിയാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കും. കോഴിക്കോടാണല്ലോ, വാങ്ങിക്കാമല്ലോ എന്ന സമാധാനത്തിലാണ് ഞാൻ പോകുന്നത്. ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ വിടാൻ ഏകദേശം 4 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ്. ഉറങ്ങേണ്ട സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ തിങ്ക് ഐ എം വെരി ഹാപ്പി. ഒരുവിധം ഓക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. കാരണം പലപ്പോഴും നമുക്ക് അണ്ടർഗാർമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ചുരുട്ടി ഡ്രസ്സിനിടയിലൊക്കെ തന്നെ വെക്കാം. പക്ഷേ റൈറ്റ് നൗ എനിക്ക് അത്രയും സ്പേസ് കൺസ്ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലാവിഷായിട്ട് പാക്ക് ചെയ്തു. ബട്ട് ദിസ് പെട്ടി ഈസ് റിയലി നൈസ്. കാരണം വീൽസ് ആർ ഓൾ ലൈക്ക് ഭയങ്കര സ്മൂത്ത് ആൻഡ് അത് 360 റൊട്ടേഷനുള്ള വീൽസാണ്. പെട്ടി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഓവറോൾ ഐ എം റിയലി ഹാപ്പി വിത്ത് ദ വേ തിങ്സ് ടേൺഡ് ഔട്ട്. ഇപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. Hope you enjoyed this video. We will meet again. Until then, bye-bye.